ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ആൾക്കാർക്ക് നിങ്ങൾ റിലേറ്റ് ആവട്ടോ. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇനി എന്താ മുന്നോട്ട് അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാണ്ട് ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന പിള്ളേരുണ്ട് കേട്ടോ. അവരോടാണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന റീറ്റെയിൽ ഫീൽഡാണ്. ഞാൻ തന്നെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് അവിടെ വരാറുണ്ട് കേട്ടോ. ചേട്ടാ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അതായത് 10-20 വയസ്സുണ്ടാവുള്ളൂ. അപ്പം അവരോടൊക്കെയാണ് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഈ +2 ഒന്നും കഴിയുമ്പോഴേക്കും ഒരിക്കലും ജോലി എന്ന് പറഞ്ഞാൽ ഇറങ്ങരുത് കേട്ടോ. ചിലപ്പോൾ വീട്ടിലത്തെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ചിലപ്പോൾ ചിലർക്ക് ബൈക്ക് എടുക്കേണ്ടി വരും, ചിലർക്ക് ഫോൺ എടുക്കാനായിരിക്കും, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നിങ്ങൾ ഒരിക്കലും എന്താ പറയുക പഠിത്തം കളഞ്ഞിട്ട് നിങ്ങൾ ജോലി എന്ന് പറഞ്ഞാണ്ട് ഇറങ്ങരുത്. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് കയറി, നിങ്ങൾക്കൊരു മാസ ശമ്പളം കിട്ടുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളെ ആഗ്രഹങ്ങൾ, അതായത് ചിലപ്പം നിങ്ങൾക്ക് ലോൺ ഓട്ടോമാറ്റിക് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഒരു 3-4 മാസം സാലറി വന്നു തുടങ്ങിയാൽ തന്നെ ബാങ്കുകാർ നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും എന്താ വേണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് വീണുങ്ങാണ്ട് നിങ്ങൾ ചിലപ്പം എന്താ പറയുക, നിങ്ങൾ ഈ ആഗ്രഹിച്ച സാധനങ്ങൾ എടുക്കും, ഫോണൊക്കെ എടുക്കും. ഒരിക്കലും നിങ്ങൾ ഫുൾ ക്യാഷ് റെഡി ക്യാഷ് കൊടുത്തിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത്, നിങ്ങൾ EMI ആയിരിക്കും ഇടുന്നത്. ഈ EMIൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ പിന്നെ ഒരു തോട്ട് വരികയാണ്, അയ്യോ എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചെങ്ങാണ്ട് നിങ്ങൾ ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് പറ്റൂല കേട്ടോ. കാരണം നിങ്ങൾക്ക് മന്ത്ലി ഒരു ബാധ്യതയായി. അപ്പോൾ പിന്നെ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. പിന്നെ കുറേ കാലം ഓക്കെ ആ അടവ് തീരുന്നവരെ നിൽക്കാം എന്ന് വിചാരിക്കും. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും വരും. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ കൺമുന്നിൽ കണ്ട കാര്യങ്ങളാട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ടായി, നിങ്ങൾക്ക് മാസം ഇങ്ങനെ അതിലേക്ക് ഫണ്ട് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആ ബാങ്കും കൂടെ അപ്രോച്ച് ചെയ്യും, സാർ ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഓക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ചിലപ്പോൾ 20,000 ആയിരിക്കും മിനിമം നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ 60,000 ആയിരിക്കും. നമ്മൾ എടുക്കും, മനുഷ്യനാണ്, എന്തായാലും എടുക്കും. അത് വലിയൊരു ബാധ്യതയാവും. അതായത് നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എങ്ങനെയാണ് ചിലവഴിക്കാന്നുള്ളത്. എല്ലാവർക്കും അത് കൺട്രോൾ ചെയ്ത് ചിലവഴിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഓക്കെ ഞാൻ കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നവരൊക്കെ അങ്ങ് അറ്റത്ത് പോയി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾക്ക് ജോലിക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ. ഒരുപാട് കോഴ്സുകളുണ്ട്, അതായത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. ഈ IT-യിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 6 മാസം കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റിയ കോഴ്സുകളുണ്ട്. അല്ലെങ്കിൽ രാവിലെ ഒരു 10 മണി മുതൽ അല്ലെങ്കിൽ ഒരു 9 മണി മുതൽ 1 മണി വരെ പഠിത്തം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിക്ക് ഇറങ്ങാട്ടോ. അതായത് വേറെ ഡിഗ്രിയും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് സ്റ്റഡീനോട് വലിയ താല്പര്യമില്ല, ജോലി തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിലും, പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം. എന്തെങ്കിലും ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ വേണമെങ്കിൽ പണിക്ക് ഇറങ്ങി വന്നിട്ട് വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോ. അല്ലാണ്ട് കംപ്ലീറ്റ് നിങ്ങളെ പഠിത്തം കളഞ്ഞിട്ട് ഒരിക്കലും ജോലി എന്ന് പറഞ്ഞ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുന്നത്, അത് ഓൾറെഡി അവിടെ വന്നിട്ടുള്ള പിള്ളേരോടൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ, മക്കളെ എന്തെങ്കിലും പോയി പഠിച്ചോ. അതായത് 20 വയസ്സ് to 25 ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല പ്രായമാണ്, നമുക്ക് പഠിക്കാൻ പറ്റിയ പ്രായം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറേ പ്രാരാബ്ദങ്ങൾ വരാനുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ